ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു AD24 മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മുടെ SSC CHSL എക്സാം വരുന്നുണ്ട്. അതുപോലെ SSCയുടെ എക്സാമുകൾ വരാൻ പോവുകയാണ്. ബാക്കി CGL MTS അങ്ങനെയുള്ള എക്സാംസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് CHSL നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. SSCയുടെ റീസണിങ് സീരീസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ റീസ്റ്റാർട്ട് സീരീസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കഴിഞ്ഞ വർഷം SSC എല്ലാവരും എഴുതി. ഇനി നമ്മൾ അടുത്ത് നമ്മൾ സെലക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ഈ ഒരു എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു പഠിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ വരുന്ന പരീക്ഷയ്ക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു വീക്ക് പോയിൻറ്റ്സ് വന്നതെല്ലാം ക്ലിയർ ചെയ്ത് അടുത്ത ഈ വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് കയറുക എന്നുള്ളത് വേണം നിങ്ങളുടെ എയിം ആയിരിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് തന്നെ തരും. ഇതിലേക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക, അത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇനി ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ലൈവിലി നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൈവ് ചാറ്റ് യൂസ് ചെയ്യുക. അതിൽ റെക്കോർഡിങ്സ് ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാ പേരും നമ്മുടെ AD24 ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് SSCക്ക് ആയിരുന്നാലും RRBക്ക് ആയിരുന്നാലും ഏത് പരീക്ഷയ്ക്കായിരുന്നാലും ക്വിസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ടൈം മാനേജ്മെൻറ്റ് ആയിരുന്നാലും ആക്യുറസി ആയിരുന്നാലും ഒക്കെ നിങ്ങൾക്ക് 90% മേലെ വയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡെയിലി ക്വിസ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ SSCയുടേതായതുകൊണ്ട് നമുക്ക് SSCയുടെ ക്വിസസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്കിനി ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ക്വിസസും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ഡെയിലി കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ 1 മന്ത് കറണ്ട് അഫെയർ അല്ലെങ്കിൽ 1 മന്ത് വേറെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗസിൻസ് അതുപോലെ ക്യാപ്സ്യൂൾസ് നോട്ട്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ജോബ് നോട്ടിഫിക്കേഷൻസ് വരുന്നതും ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്പാണ് AD24 ആപ്പ്. അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകാം കേട്ടോ. ഡെയിലി ക്വിസസ് ഒക്കെ ചെയ്ത് പഠിച്ചു പോകാം. അതുപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്തേക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് സെഷൻസ്, ജനറിക് സെഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനൽ ത്രൂ ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ SSCയുടെ റീസണിങ് സീരീസിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഏതാണ് നമ്മുടെ കോഡിംഗ് ഡീകോഡിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ്. ചെയ്തോളൂ. കോഡിംഗ് ഡീകോഡിംഗ്. If noised is coded as PRMQBZ, how will garden be coded in the same code? എങ്ങനെയായിരിക്കും നോയിസ്ഡിനെ എങ്ങനെ കോഡ് ചെയ്തിട്ടുണ്ട്? PRMQBZ. എങ്ങനെ കോഡ് ചെയ്തിരിക്കുകയാണ് നോക്കാം. അപ്പോൾ ഇതേ കോഡ് ആയിരിക്കണം ഗാർഡൻ കോഡ് ചെയ്യേണ്ടത്. N14 ആണ്, O15, I9, S19, E5, D4. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ലെറ്റേഴ്സിൻ്റെ പൊസിഷണൽ വാല്യൂ ആദ്യം എഴുതുക. അതുപോലെ P16, R18, M13, Q17, B2, Z26. ഇനി ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. നോയിസ്ഡ് നോക്കിക്കേ, ഇത് 14 16 അല്ലേ. 14 + 2 ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടി. നോക്കാം. 15 18 ചെയ്യുമ്പോൾ +3 ചെയ്തപ്പോഴേക്കും 18 കിട്ടി. 19 13 + 4 ചെയ്യുമ്പം 13 കിട്ടി. അടുത്ത് വീണ്ടും 19 17 ആണ് വരുന്നത് അല്ലേ. അതായത് 19 നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 17 കിട്ടുന്നുണ്ട്. അടുത്ത് ഈ 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 2, 5 നിന്ന് 3 കുറയ്ക്കുമ്പോൾ 2 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിയിൽ നിന്ന് 4 കുറച്ചാൽ 4ൽ നിന്ന് 4 കുറച്ചാൽ 0 എന്നല്ല,
നോക്കുക, ബാക്ക്വേർഡ് നാല് ലെറ്റർ, നാലാമത്തെ ലെറ്റർ ഏതാന്ന് നോക്കുക. ഡി 4 ആണ്. അപ്പോൾ തുടങ്ങുന്നത് ഇസഡ് നിന്നായിരിക്കും. ഇസഡ് 26 ആൽഫബറ്റ് ആണുള്ളത്, 26 ആൽഫബറ്റ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ ഇസഡ് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ ലെറ്ററാണ് ഡി വരുന്നത്. അപ്പോൾ കറക്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഡിക്ക് 4 ലെറ്റർ മുന്നേ ഏതാണ്? ഇസഡ് ആണ്. അപ്പോൾ എങ്ങനെ വന്നു? +2 +3 +4 -2 -3 -4. ഇതാണ് നമ്മുടെ പാറ്റേൺ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാർഡന് നമുക്ക് ഇതേ രീതിക്ക് പാറ്റേൺ ചെയ്യണം. അതായത് ഗാർഡൻ G7 A1 6 18 D4 E5 N14. ആദ്യം എന്ത് ചെയ്യുക? 7നൊപ്പം 2 കൂട്ടണം. ആദ്യം +2 +3 +4 അല്ലേ. അപ്പോൾ 7നൊപ്പം 2 കൂട്ടുമ്പോൾ 9, 1നൊപ്പം 2 കൂട്ടുമ്പോൾ 3, 18നൊപ്പം 3 കൂട്ടും 2 അല്ലല്ലോ 3 അല്ലേ. 1നൊപ്പം 3 കൂട്ടുമ്പോൾ 4, +2 +3 +4 ആണ്. അപ്പോൾ 1നൊപ്പം 3 കൂട്ടുമ്പോൾ 4. അടുത്ത് 18നൊപ്പം 4 കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 22. ഇനി D4 ആണ്. 4നൊപ്പം 2 കുറയ്ക്കുക. പിന്നെ -2 -3 -4 ആണ് വരുന്നത് അല്ലേ. 4നൊപ്പം 2 കുറയ്ക്കുമ്പം 2. അടുത്ത 5നൊപ്പം 2 കുറയ്ക്കുമ്പോൾ 3. 14നൊപ്പം -2 -3 പെറ്റിപ്പോവരുത്. -2 -3 -4 ആണ്. അപ്പം 5നൊപ്പം 3 കുറയ്ക്കുമ്പം എത്രയാണ്? 2 ആണ് വരുന്നത്. അടുത്ത 14നൊപ്പം 4 കുറയ്ക്കുമ്പം 10 വരും അല്ലേ. ഇനി ഓരോ ലെറ്റേഴ്സ് എഴുതി നോക്കിയാൽ മതി. I ആണ് 9, നാലാമത്തെ ലെറ്റർ D ആണ്, 22ാമത്തെ ലെറ്റർ V ആണ്, രണ്ടാമത്തെ ലെറ്റർ B ആണ്, വീണ്ടും രണ്ടാമത്തെ ലെറ്റർ B ആണ്, 10ാമത്തെ ലെറ്റർ ഏതാണ്? J ആണ്. അപ്പം IDV BBJ ആണ് ആൻസർ. ഓപ്ഷൻ ബി IDV BBJ. IDV BBJ ആണ് ആൻസർ. ക്ലിയർ ആണോ എന്ന് നോക്കുക. വളരെ ഈസിയാണ്. പൊസിഷണൽ വാല്യൂ എഴുതിയിട്ട് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണോ, ഇതിങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് നോക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ് ഇൻറ്റു ആൻഡ് ഡിവിഷൻ. വെയിറ്റ് ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻസ് മാറിയിട്ടില്ല. ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ തരാം കേട്ടോ, ഒരു മിനിറ്റ്. എന്തായാലും ഈ ഓപ്ഷൻസ് നോക്കണ്ട, ഞാനിതിൻ്റെ ക്വസ്റ്റ്യൻ തരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തത് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, അങ്ങനെ 4 ഓപ്ഷൻസ് തരാം. ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ് ഇൻറ്റു ആൻഡ് ഡിവിഷൻ, അതുപോലെ 7 and 4 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ് ബിക്കംസ് കറക്റ്റ് എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. റെയിൽവേക്കൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ DRDOക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ 21 × 4 + 7 ഡിവിഷൻ 5 + 7 ഡിവിഷൻ 5 = കറക്റ്റ് ആണോ നോക്കുക കേട്ടോ. 24. ഓപ്ഷൻ ബി. (35 × 4 + 7 / 2 = 20. Option C. 7 / 4 + 15 × 5 which = 35. Option D. And last option 140 × 4 +
20 divided by 7 equal to 100. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് കിട്ടുന്നത്? അതായത് ഇൻറ്റും ഡിവിഷനും മാറ്റണം, അതുപോലെ 7ഉം 4ഉം മാറ്റണം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ആദ്യത്തെ ഓപ്ഷൻ നോക്കുക. അതിൽ ഇൻറ്റു ആൻഡ് ഡിവിഷൻ മാറ്റണം, അതുപോലെ 7 and 4ഉം മാറ്റണം. അപ്പോൾ എന്ത് വരും നോക്കിക്കേ. 21 divided by 7. അടുത്ത് ഇൻറ്റും ഡിവിഷനും മാറ്റണം, ഇൻറ്റും ഡിവിഷനുമാണ് മാറ്റേണ്ടത്. പ്ലസ് 7ഉം 4ഉം മാറ്റുക, ഇവിടെ 4 വരും, ഡിവൈഡ് ഇൻറ്റു വരും 5. 24 തന്നെയാണ് കിട്ടുന്നത് നോക്കിക്കേ. 21 divided by 7 ചെയ്യുമ്പോൾ 3 കിട്ടും അല്ലേ? ഓക്കെ, 3 പ്ലസ് 4 ഇൻറ്റു 20 എത്ര കിട്ടി? 23 കിട്ടി. അപ്പോൾ അതല്ല, ഇതല്ല, 23 കിട്ടുന്നത് അവിടെ ചെയ്യുമ്പോൾ. അത് രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുക. 35 divided by 7 പ്ലസ് 4 ഇൻറ്റു 2. 35 divided by 7 നമുക്ക് 5 5 പ്ലസ് 4 ഇൻറ്റു 2 8. അപ്പോൾ 5 പ്ലസ് 8 13 വരും. ഇവിടെ 20 വന്നിട്ടുള്ളത്, അപ്പോൾ ഇതുമല്ല. അടുത്ത ഇക്വേഷൻ 7ഉം 4ഉം മാറ്റുക. അപ്പോൾ 4 ഇൻറ്റു 7 ഡിവിഷനും ഇൻറ്റു മാറ്റണം. പ്ലസ് 15 divided by 5 ചെയ്യുമ്പോൾ 28 7 4 28 പ്ലസ് 15 divided by 5 3. അപ്പോൾ എത്ര വന്നു? 31 വന്നു. ഇവിടെ 35 വന്നിട്ടുള്ളത്, അപ്പോൾ ഇതുമല്ല. ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. 140 ഇൻറ്റു ഡിവൈഡ് ബൈ ഇൻറ്റുൻ്റെ അവിടെ ഓക്കെ ഇൻറ്റുൻ്റെ അവിടെ ഡിവിഷൻ കൊടുക്കുക, 4ൻ്റെ അവിടെ 7 കൊടുക്കുക, പ്ലസ് 20 ഇൻറ്റു 4. അപ്പോൾ 140 ഡിവൈഡ് ബൈ 7 എത്രയാണ്? 20 പ്ലസ് 80. 20 ഇൻറ്റു 4 80. അപ്പോൾ 20 പ്ലസ് 80 100 വരും. ആൻസർ എത്രയാണ്? 100. ആൻസർ എത്രയാണ്? 100. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് 100 വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് രണ്ട് സൈനുകളും രണ്ട് നമ്പറുകളും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഏത് ഇക്വേഷൻ കറക്റ്റ് ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആകുന്നത്. ക്ലിയർ ആണോ നോക്കുക. ലാസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത് നോക്കണ്ട കേട്ടോ, ആ ഓപ്ഷൻ നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, പെറ്റൽ ഫ്ലവർ ആണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഏറ്റവും റിലേറ്റഡ് ആയിട്ട് ഏറ്റവും സെയിം റിലേഷൻഷിപ്പിൽ വരുന്നത് ഏതാണ്? പെറ്റൽ ഫ്ലവർ അനലോഗിയാണ്. പെറ്റൽ ഫ്ലവർ എങ്കിൽ പെൻ പേപ്പർ ആണോ, കാറ്റ് ഡോഗ് ആണോ, എൻജിൻ കാർ ആണോ, ബോൾ ഗെയിം ആണോ? ഏതായിരിക്കും വരിക? ഏതായിരിക്കും നമുക്ക് വരുന്നത്? പെറ്റൽ ഫ്ലവർ, അതായത് ഫ്ലവറിൻ്റെ ഒരു പാർട്ടാണ് പെറ്റൽ. ഫ്ലവറിൻ്റെ ഒരു പാർട്ടാണ് പെറ്റൽ. പെറ്റൽ എന്ന് പറഞ്ഞാൽ ഇതളല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, പെൻ പേപ്പർ, പേപ്പറിൻ്റെ ഒരു പാർട്ടാണോ പെൻ? അല്ല. കാറ്റ് ഡോഗ്, ഡോഗിൻ്റെ ഒരു പാർട്ടാണോ ക്യാറ്റ്? അല്ല. എൻജിൻ കാർ, കാറിൻ്റെ ഒരു പാർട്ടാണ് ഈ പറയുന്ന എൻജിൻ. ഓക്കെ, അത് വേണമെങ്കിൽ വരാം. അടുത്ത നോക്കിയാൽ ബോൾ ഗെയിം, ഗെയിമിൻ്റെ ഒരു പാർട്ടാണോ ബോൾ? ഏത് ഗെയിമാണെന്ന് പറയുന്നില്ല അല്ലേ. അതുകൊണ്ട് ബോൾ നമുക്ക് അങ്ങനെ ഒരു പാർട്ടായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ട് 1ഉം 2ഉം കണക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഏതായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത്? എൻജിൻ കാർ ആയിരിക്കും. ഏത് വന്നു? ഓപ്ഷൻ സി, എൻജിൻ കാറാണ്. ഓക്കെ ആണോ നോക്കാം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേവീസ് ഫേസിങ് നോർത്ത്, നമ്മുടെ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ദേവ് ഈസ് ഫേസിങ് നോർത്ത്, നോർത്തിലേക്ക് ഫേസ് ചെയ്യാണ്. ആൻഡ് ടേൺസ് 45 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്തു? 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ടേൺ ചെയ്തു. ആൻഡ് ദെൻ അഗെയിൻ ടേൺസ്, എന്നിട്ട് വീണ്ടും ടേൺ ചെയ്ത് എങ്ങോട്ടാണ്? 180 ഡിഗ്രി ഇൻ സെയിം ഡയറക്ഷനിലേക്ക് 180 ഡിഗ്രി വീണ്ടും ടേൺ ചെയ്തു. അതായത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ തന്നെ 180 ഡിഗ്രി വീണ്ടും ടേൺ ചെയ്തു. എന്നിട്ട് വീണ്ടും ടേൺ ചെയ്തത് 45 ഡിഗ്രി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ്. എന്നിട്ട് എന്ത് ചെയ്തു? 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലേക്ക് ടേൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡയറക്ഷൻ ഹി ഈസ് ഫേസിങ് നൗ. ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്?
ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? നോർത്ത് ആണോ, സൗത്ത് ആണോ, ഈസ്റ്റ് ആണോ, വെസ്റ്റ് ആണോ? ഏതായിരിക്കും ദേവ് ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ? ദേവ് ആദ്യം എന്ത് ചെയ്തു? നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിന്ന് ക്ലോക്ക് വൈസ് 45 ഡിഗ്രി ടേൺ ചെയ്തു. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. 45 ഡിഗ്രി ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും അതേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 180 ഡിഗ്രി ടേൺ ചെയ്തു. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ലീനിയർ, അതായത് ഒരു ലീനിയർ ലൈനിൻ്റെ ആംഗിളാണ്, അതായത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിളാണ്. ഇങ്ങനെ വരും ക്ലോക്ക് വൈസ്, അതേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ ആൾ എവിടെ വന്നു? ഇങ്ങനെ വന്നു. അതായത് ഇതാണ് 180 ഡിഗ്രി. അപ്പോൾ ക്ലോക്ക് വൈസായി, ഇതും ക്ലോക്ക് വൈസായി. 180 ഡിഗ്രി ടേൺ ചെയ്തു. വീണ്ടും എന്ത് ചെയ്തു? ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ഇങ്ങനെ 45 ഡിഗ്രി പോയി. ഇങ്ങനെ 45 ഡിഗ്രി പോയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് പോയപ്പോൾ ഇപ്പോൾ ആൾ ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? സൗത്ത് ആണ്. ഏത് ഡയറക്ഷനിലോട്ടാണ് ആളിപ്പോൾ ഫേസ് ചെയ്യുന്നത്? സൗത്ത്. ഓപ്ഷൻ ബി, സൗത്തിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ നോക്കുക. ആംഗിൾ എടുക്കുമ്പോഴും വളരെ കെയർഫുള്ളായിട്ട് ആംഗിൾ എടുക്കുക. ആംഗിൾ അങ്ങോട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ആംഗിൾ എടുത്ത് ആൻറ്റി ക്ലോക്ക് വൈസും കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി, സൗത്ത് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ സെയിം നമ്മുടെ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്, ചെയ്തോളൂ. അജയ് കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 50 മീറ്റർ ടുവേർഡ്സ് ദ നോർത്ത്. അതായത് നോർത്തിലേക്ക് ഒരു 50 മീറ്റർ അജയ് എന്ത് ചെയ്തു? കവർ ചെയ്തു. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. 50 മീറ്റർ നോർത്തിലേക്ക് കവർ ചെയ്തു. ഹി ദെൻ ടേൺഡ് ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് വാക്ക്ഡ് 20 മീറ്റർ. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഒരു 20 മീറ്റർ നടന്നു. ഓക്കെ, ഹി അഗെയിൻ ടേൺഡ് ലെഫ്റ്റ് ആൻഡ് വാക്ക്ഡ് 60. അപ്പോൾ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയാതെ സൗത്തിലോട്ടാണല്ലേ, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഇത് ഇത്രയും 50 ആയി, 60 ആണ്. അപ്പോൾ ടോട്ടൽ 60 സൗത്തിലേക്ക് പോയി, ലെഫ്റ്റിലേക്ക് പോയി. ഫൈനലി ഹി ടേൺസ് ടു ഹിസ് റൈറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. റൈറ്റ് എന്ന് പറയുമ്പം ഇങ്ങനെയാണ് റൈറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ റൈറ്റിലേക്ക് 45 ഡിഗ്രി പോയെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? റൈറ്റിലേക്ക് 45 ഡിഗ്രി പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു 45 ഡിഗ്രി ഡീവിയേഷൻ വരുന്നത് നോക്കിക്കേ. ഫോർട്ടി ഡിഗ്രി ഡീവിയേഷൻ എങ്ങനെയായിരിക്കും വരിക? അതായത്
റൈറ്റിലേക്ക് അല്ലേ, ഇവിടുന്ന് റൈറ്റിലേക്ക് അല്ലേ 45 ഡിഗ്രി പോയി. ഇങ്ങനെ നമ്മൾ വരയ്ക്കത്തില്ല, ഇങ്ങനെ നമ്മൾ വരയ്ക്കത്തുള്ളൂ. റൈറ്റിലേക്ക് പോകാമെന്നാണ്. അപ്പോൾ കറക്റ്റ് റൈറ്റിലേക്ക് 45 ഡിഗ്രി നമ്മൾ ഈ ഒരു രീതിക്കായിരിക്കും പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, ഫൈനലി ഹി ടേൺ ടു ഹിസ് റൈറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ്, അപ്പം റൈറ്റിലേക്ക് 45 ഡിഗ്രി മൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ നിന്ന ആൾ റൈറ്റിലേക്ക് ഇങ്ങനെയായിരിക്കും റൈറ്റിലേക്ക് 45 ഡിഗ്രി മൂവ് ചെയ്യുക. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി മൂവിങ് ഫൈനലി, അപ്പോൾ ഫൈനലി ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും ആൾ മൂവ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനാണത് നോക്കിക്കേ, സൗത്തിനും ഈസ്റ്റിനും ഇടയ്ക്കാണ്, സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്കാണ്, സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്കാണ്. അപ്പോൾ എന്ത് വന്നു, സൗത്ത് വെസ്റ്റ് വന്നു. അല്ല, ആൻസർ എന്താണ്, സൗത്ത് വെസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ സി സൗത്ത് വെസ്റ്റ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി സൗത്ത് വെസ്റ്റ്. ഓക്കെ ആണോ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അനലോഗി ടൈപ്പാണ്. ഇത് നമ്മുടെ പിക്ചർ അനലോഗിക്കകത്ത് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കിവിടെ രണ്ട് സെറ്റ് ഫിഗർ തന്നിട്ടുണ്ട്. അതായത് 1ഉം 2 നമ്മൾ എപ്പോഴും അനലോഗി പറയുന്ന പോലെ ഫസ്റ്റും സെക്കൻഡും എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു അതേ രീതിക്കായിരിക്കണം തേർഡും ഫോർത്തും റിലേറ്റ് ചെയ്യണം. അപ്പോൾ സെയിം റിലേഷനാണ് അനലോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫിഗർ നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കണം അടുത്ത് വരുന്ന ഫിഗറും. അപ്പോൾ ഇവിടെ ഒരു ഒരു പെയിൻറ്റിൻ്റെ കളേഴ്സ് വെച്ചിരിക്കുന്ന ഒരു പാലറ്റ് ഉണ്ട്. അതുപോലെ ഇപ്പുറത്തൊരു ബ്രഷ് ഉണ്ട്. ഇവിടെ താഴെ ഒരു നമ്മുടെ നൂല്. അതുകൊണ്ട് എങ്കിൽ ഇതേ രീതിക്ക് എങ്ങനെ നമുക്ക് അടുത്ത ഫിഗർ വരും. അപ്പോൾ ഇവിടെ ഒരു സൂചിക്കാത്ത നൂല് കോർക്കുന്ന ഒരെണ്ണമുണ്ട്, നീഡിലുണ്ട്, പിന്നെ ഒരു സിസറുണ്ട്, ഒരു ഷർട്ടുണ്ട്, ഒരു ബ്രഷുണ്ട്. ഇതിൽ ഏതായിരിക്കും ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് നോക്കിക്കേ. അപ്പോൾ പെയിൻറ്റ്, ബ്രഷ് അത് വെച്ച് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നൂല്, അതുപോലെ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ഏതായിരിക്കും, സൂചിയായിരിക്കും അല്ലേ. ഏതാണ്, നീഡിലാണ് നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത്, നീഡിൽ. ഓക്കെ, ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് എടുത്തു കഴിഞ്ഞാലും നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ തയ്ക്കാനുള്ള ആ നൂല് കോർക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് അവിടെ ഒരു സെയിം റിലേഷൻ വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ഏതായിരിക്കും നമുക്ക് ആൻസർ വരിക, പിക്ചർ എ ആണ്. ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി പിക്ചർ എ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി പിക്ചർ എ. അപ്പോൾ ഇത് പിക്ചർ അനലോഗിക്കകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. പിക്ചർ അനലോഗി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിലോജിസം ആണ്. ചെയ്തോളൂ.
എന്ത് വന്നു? സം ബനാന ആർ ഓറഞ്ച്, അതായത് കുറച്ച് ബനാന ഓറഞ്ച് ആണ്. ഓക്കെ, നമുക്കിങ്ങനെ ഫിഗർ വരയ്ക്കാം. ഓൾ ഓറഞ്ച് ആർ ആപ്പിൾ, എല്ലാ ഓറഞ്ചും എന്താണ്? ആപ്പിൾ ആണ്. അപ്പോൾ ഓറഞ്ചിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആപ്പിളിനകത്ത് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ ഇങ്ങനെയാണ്, സം ബനാന ആർ നോട്ട് ആപ്പിൾ. നോക്കുക, നമുക്കിവിടെ സം എന്ന് പറയുന്നതും ഓൾ എന്ന് പറയുന്നതും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നമുക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളും ഉണ്ട്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ സമ്മും ഓളും എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ രണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ ചേർന്നാൽ ഒരിക്കലും നമുക്കൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നോയും സം നോട്ടും എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നോയും സം നോട്ടും ഇവിടെ എന്താണ്? ഒന്ന് സം നോട്ടാണ് നമുക്ക് വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഒരിക്കലും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അത് അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ക്രൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചെക്ക് ചെയ്യാം. സം ഓറഞ്ച് ആർ ബനാന. നോക്കിക്കേ, സം ഓറഞ്ച്, നമുക്കറിയാം സം ബനാന ആർ ഓറഞ്ച് ആണ്. അങ്ങനെ നമുക്ക് തിരിച്ചും പറയാം, സം ഓറഞ്ച് ആർ ബനാന എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എന്ത് വരും? only 2 ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. കണ്ടോ, only 2. രണ്ടാമത്തെ കൺക്ലൂഷൻ മാത്രമേ നമുക്കിവിടെ ഫോളോ ചെയ്യുന്നുള്ളൂ. only 2 ആണ് ആൻസർ വരുന്നത്. only 2. ക്ലിയർ ആണോ എന്ന് നോക്കുക. only 2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക, രണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ ഉണ്ടാകില്ല. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അത് വരച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് അവിടെ വെച്ച് തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു നമ്പർ സീരീസ്, അതായത് ഒരു 3 ഡിജിറ്റ് നമ്പർ സീരീസ് ആണ്. സീരീസിൽ നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അതിനെ ചേഞ്ച് ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചെയ്തോളൂ. ഇവിടെ എന്താ വന്നത്? 3 ഡിജിറ്റ് സീരീസ് ആണ്. 625, 427, 189, 258, 469. ഇതൊരു 3 ഡിജിറ്റ് സീരീസ് ആണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് എ സം ഓഫ് തേർഡ് ഡിജിറ്റ് ഓഫ് സെക്കൻഡ് നമ്പർ ഫ്രം ദ ലെഫ്റ്റ്? ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ നമ്പറിൻ്റെ മൂന്നാമത്തെ ഡിജിറ്റും ഇനി റൈറ്റിൽ നിന്ന് മൂന്നാമത്തെ നമ്പറിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റും തമ്മിലുള്ള സം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ 427, ഇനി റൈറ്റിൽ നിന്ന് മൂന്നാമത്തെ നമ്പർ അല്ലേ, ലെഫ്റ്റിൽ നിന്ന് മൂന്നാമത്തെ നമ്പറാണോ? ലെഫ്റ്റിൽ നിന്ന് കറക്റ്റാണ്. ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ 427. ഇനി റൈറ്റിൽ നിന്ന് മൂന്നാമത്തെ നമ്പർ ഏതായിരിക്കും? 189. ഇനി ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ നമ്പറിൻ്റെ മൂന്നാമത്തെ ഡിജിറ്റും റൈറ്റിൽ നിന്ന് മൂന്നാമത്തെ നമ്പറിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റും തമ്മിലുള്ള സം 7 + 8 എത്ര വരും? 15 അല്ലേ. സം എത്രയാണ്? 15. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ ഡി 15 എന്ന് വന്നു. ഓപ്ഷൻ ഡി 15. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. അതായത് ഇതിനകത്തുള്ള ഈവൻ ഡിജിറ്റിൻ്റെ കൂടെ ഇത് കൂട്ടിയാൽ ഇത്ര കൂട്ടിയാൽ, ഇനി ഓഡ് ഡിജിറ്റിൻ്റെ കൂടെ ഇത്ര കൂട്ടിയാൽ ഇതിൽ ഹയസ്റ്റ് നമ്പർ ഏതാണ്, ലോവസ്റ്റ് നമ്പർ ഏതാണ്, അങ്ങനത്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് നമുക്ക് ചോദിക്കാം. അതിലൊരു ടൈപ്പാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി 15 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ സീരീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സീരീസ് ആണ്. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ ഗിവൺ സീരീസ്. 3, 13, 31, ക്വസ്റ്റ്യൻ മാർക്ക് 91. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും വരിക? മൂന്ന് 13, 31, 91 ഇങ്ങനെയല്ലേ. അപ്പം 3ഉം 13 നോക്കാം. 3നൊപ്പം 10 കൂട്ടിയപ്പം 13 കിട്ടി. 13നൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 31 കിട്ടുന്നത്?
18 കൂട്ടിയപ്പോൾ 31 കിട്ടി. 10ഉം 18ഉമാണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത് അല്ലേ? 10ഉം 18ഉം നോക്കാം. 10നൊപ്പം സെക്കൻഡ് ഡിഫറൻസ് കൂടെ എടുത്ത് നോക്കാം. 10നൊപ്പം 8 കൂട്ടുമ്പം 18ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും നോക്കാം. 18നൊപ്പം 8 കൂട്ടി നോക്കാം. അപ്പം 18നൊപ്പം 8 കൂട്ടുമ്പോൾ ഇവിടെ എന്ത് വരും? 26 വരും. അപ്പം 31നൊപ്പം 26 കൂട്ടുമ്പോൾ എത്രയായിരിക്കും വരിക? 1നൊപ്പം 26 കൂട്ടുമ്പോൾ 57 വരും അല്ലേ? എത്രയാണ്? 57 വരും. 57 വരും. 91 കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. വീണ്ടും 28നൊപ്പം 8 കൂട്ടുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 34 ആണല്ലേ? ഇനി 57നൊപ്പം 34 കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? യെസ്, 91 ആണ്. അപ്പോൾ കറക്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ കറക്റ്റാണ്. അപ്പോൾ ആൻസർ എന്ത് വന്നു? 57. ഓപ്ഷൻ ഡി 57 ആണ് നമുക്ക് വരുന്നത്. ഓപ്ഷൻ ഡി 57. ക്ലിയർ ആണോ എന്ന് നോക്കുക. ഓപ്ഷൻ ഡി 57. ഓക്കെ, ഓപ്ഷൻ ഡി 57. അപ്പോൾ ഇതുവരെയൊക്കെ ഉള്ളൂ നമുക്ക് എടുക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡിഫറൻസും കൂടെ എടുത്തിട്ട് അത് തന്നെ ആ ഒരു ഗസ് വർക്കിൽ അങ്ങ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 57. നമുക്കത് കറക്റ്റായിട്ട് ആ പാറ്റേൺ തന്നെ നമുക്ക് അങ്ങ് ഫോളോ ആയിക്കോളും കേട്ടോ. അതിൽ വേറെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും വരില്ല. ഇത് നമുക്ക് എന്താ വന്നിട്ടുള്ളത്? കറക്റ്റ് ഒരു പ്ലസ് സീരീസ് ആണ് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ കോഡിംഗ് ഡീകോഡിങ്ങിലെ ചൈനീസ് കോഡിംഗ് ആണിത്. സ്റ്റേജ് സിറ്റിസൺ എഗെയിൻസ്റ്റ് doubtful is coded as DIN, FOA, WAT, DIT. Citizen, doubtful, unique is coded as FOA, DIT, YOM. Biometric identity layout is called as DOB, WAN, FUD. Football against biometric is coded as YON, WAT, DOB. Engil, what could be the code for stage identity? What could be the code for stage identity? Stage identity. Stage identity. അപ്പോൾ ഇവിടെ സ്റ്റേജ് നോക്കാം. സ്റ്റേജ് ഇതാ ഇവിടെ ഫസ്റ്റിൽ സെൻറ്റൻസിലുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, ഫസ്റ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ മാത്രം വരുന്ന കോഡ് ഏതാണ്? DIN എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. FOA റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? യെസ്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. WAT റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? യെസ്. DIT റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? യെസ്. കണ്ടോ? അപ്പോൾ ഇതിൽ റിപ്പീറ്റ് ചെയ്യാത്ത ഒരു കോഡ് DIN ആണ്. അടുത്ത ഐഡൻറ്റിറ്റി എവിടെയാണുള്ളത്? ഐഡൻറ്റിറ്റി ഇതാ തേർഡിൽ മാത്രമേ ഉള്ളൂ ഐഡൻറ്റിറ്റി, വേറെ ഇടത്തും ഇല്ലല്ലോ. അപ്പോൾ തേർഡിൽ മാത്രം കോമൺ ആയിട്ട് വരുന്ന നോക്കിക്കേ, അല്ല കോമൺ ആയിട്ട് വരാതെ നോക്കിക്കേ. DOB റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, WAN റിപ്പീറ്റ് ചെയ്യുന്നില്ല, FUD റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നുകിൽ WAN അല്ലെങ്കിൽ FUD. ഓപ്ഷൻ നോക്കുക, DIN FUD, യെസ് അത് വരാമല്ലോ. ഇവിടെ WAN അല്ലെങ്കിൽ FUD എടുക്കാം എന്നാണ്, ഇത് വരാം. അടുത്ത DIN WAN അതും വരുന്നുണ്ടല്ലോ, ഓപ്ഷൻ ബി. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ബോത്ത് A ആൻഡ് B ആണ് നമുക്ക് ആൻസർ വരുന്നത്, ബോത്ത് A ആൻഡ് B. കണ്ടോ, എയും ബിയും ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ആൻസർ എന്തൊക്കെ വരാം? DIN WAN വരാം, DIN FUDയും വരാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഏപ്രിൽ മന്ത് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസ് ഡ്രോപ്പും അതുപോലെ ഡബിൾ വാലിഡിറ്റി ഓഫർ നമുക്കിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫാക്കൽറ്റി കോഡ് Y340 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഇപ്പോഴുള്ള കോഴ്സസ് കാര്യങ്ങൾ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ജസ്റ്റ് R24/7 മലയാളം ടൈപ്പ് ചെയ്യുക ഗൂഗിളിൽ. അതിൽ ആദ്യം കാണുന്നയോ രണ്ടാമത് കാണുന്നയോ ലിങ്കിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കണ്ടോ, അതിൽ എല്ലാ കോഴ്സസിനും എല്ലാ ലൈവ് ക്ലാസ്സിനും മഹാപാക്കുകൾക്ക് നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി ഇപ്പം ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള SSCയുടെ ബാച്ച് എന്ന് പറയുന്നത് SSC CGL ബാച്ച് 6 നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ച് ഉണ്ട്. അതുപോലെ CHSL ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റീസെൻ്റ് ആയിട്ട് വരാൻ പോകുന്ന CHSL ആണ്. അപ്പോൾ അതും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 250 അവേഴ്സിൻ്റെ ലൈവ് ക്ലാസ്, 894 ടെസ്റ്റ് സീരീസുകൾ, 9 ഇ ബുക്കുകളാണ് ഈ ഒരു കോഴ്സിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റിയൽ പ്രൈസ് വന്നിട്ട് 2352 ആണ് നമുക്ക് ഇതിൻ്റെ റിയൽ പ്രൈസ് വരുന്നത് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതിൽ നിങ്ങൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളും അതുപോലെ സ്റ്റഡി പ്ലാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. എത്രയാണ് ടൈമും കാര്യങ്ങളും ഒക്കെ, അതായത് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ജസ്റ്റ് നോക്കുക. ഇത് വൺ ഇയർ വാലിഡിറ്റി ആയിരുന്നു മുന്നേ വരെ. ഇന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഇയർ വാലിഡിറ്റിയിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ നൗ കൊടുക്കുക. കൊടുത്തിട്ട് ഇവിടെ Y300 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Y340 കൊടുക്കുമ്പോൾ കൂപ്പൺ കോഡ് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് 340 അല്ലേ 1952 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് ഏകദേശം നിങ്ങൾക്കൊരു എത്രയാണ് 500ഓളം രൂപ നിങ്ങൾക്ക് കുറവിലാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് മാത്രമല്ല, SSCക്ക് നമുക്ക് CHSLൻ്റെ ബാച്ചും ഉണ്ട്, അതുപോലെ CGLൻ്റെ ബാച്ചും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് റെയിൽവേയുടെ ബാച്ചും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ച് ഉണ്ട്, ഫൗണ്ടേഷൻ ബാച്ച് 1. അതിലേക്ക് നിങ്ങൾക്ക് റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ വരുന്ന നമ്മുടെ മഹാപാക്ക്. ഈ മഹാപാക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നോ, നമ്മുടെ കയ്യിൽ ഏതൊക്കെ കോഴ്സസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് മഹാപാക്കിലൂടെ ലഭ്യമായിരിക്കും. അത് 1 ഇയർ അല്ല, അത് 2 ഇയർ വാലിഡിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം 3905 രൂപയാണ്. Y340 കൂപ്പൺ കോഡ് യൂസ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അതും പർച്ചേസ് ചെയ്യാം. എല്ലാ കോഴ്സുകൾക്കും പഠിക്കുന്നവർക്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയാം. ഇനി ഓരോ കോഴ്സിനും ഡിഫറൻ്റ് ആയിട്ട് പഠിക്കുന്നതുണ്ട്. അതായത് നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നമ്മുടെ HCAക്ക് മാത്രം പഠിക്കുന്ന കുട്ടികളുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അതിനും സെപ്പറേറ്റ് ആയിട്ട് കോഴ്സസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് കേരള എക്സാം മഹാപാക്കിനും അകത്തും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഇനി HCAക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏപ്രിൽ 30 അതായത് നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ബാച്ച് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഏകദേശം കുറച്ചും കൂടി, അതായത് 2399 അല്ല, കുറച്ചും കൂടി പ്രൈസ് ഡ്രോപ്പ് നിങ്ങൾക്ക് ഇന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫാക്കൽറ്റി കോഡ് Y340 ആണ് കേട്ടോ, Y340. ഓക്കെ, ഇത് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ Y340 യൂസ് ചെയ്യുക. ഇനി നിങ്ങൾ ടെസ്റ്റ് സീരീസുകൾ, അതുപോലെ ബുക്സ്, ബുക്സ്, ഇത് ഇത്രയും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കൂപ്പൺ കോഡ് Y340S, ലാസ്റ്റ് ഒരു എസ്സും കൂടെ ചേർക്കണം കേട്ടോ, എങ്കിലേ നമ്മൾ ഈ പറയുന്ന ഓഫർ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇത് ലൈവ് ക്ലാസ് പർച്ചേസ് ചെയ്യുമ്പോൾ Y340 മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്മുടെ സാധാ കോഡ് ബ്ലഡ് റിലേഷൻ അകത്ത് വരുന്ന പോലെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അത് വച്ചിട്ട് ഹൗ ഈസ് ജെ റിലേറ്റഡ് ടു ജി, ജിയുടെ ആരാണ് ജെ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ജി ഇൻറ്റു കെ, ഇവിടെ നോക്കുക, ഇൻറ്റു കെ ഇതാ ഇവിടെയാണ്, ഇൻറ്റു ഉണ്ട്. അപ്പോൾ ഇൻറ്റു ഇതാ ഇവിടെയാണ്, ജെ ഈസ് മദർ ഓഫ് കെ, അപ്പോൾ ജി ഈസ് മദർ ഓഫ് കെ ആണ്, ജി ഈസ് മദർ ഓഫ് കെ. ഓക്കെ, കെ ഡിവിഷൻ ആയോ, ഇവിടെയാണ് ഡിവിഷൻ. അപ്പോൾ കെ ഈസ് വൈഫ് ഓഫ് ഐ ആണ്, കെ എന്ന് പറയുന്നത് ഐയുടെ വൈഫാണ്. ഐ പ്ലസ് ജെ, പ്ലസ് ഇവിടെയാണ്, അപ്പോൾ ഐ ഈസ് ഫാദർ ഓഫ് ജെ ആണ്. ഐ എന്ന് പറയുന്ന ആൾ ജെയുടെ ഫാദർ ആണ്. ജെ മൈനസ് എച്ച്, ജെ ഈസ് ബ്രദർ ഓഫ് എച്ച് ആണ്. ജെ എന്ന് പറയുന്നത് എച്ചിൻ്റെ ബ്രദറാണ്. ഇതാണ് നമ്മുടെ ട്രീ വരുന്നിട്ടുള്ളത്. എങ്കിൽ ജിയുടെ ആരാണ് ജെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജിയുടെ ആരാണ് ജെ? ജിയുടെ മകളുടെ മകൻ ഗ്രാൻഡ് സൺ അല്ലേ, നമ്മുടെ ചെറുകുട്ടി, ഗ്രാൻഡ് സൺ, കൊച്ചുമകൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അനലോഗിയിലെ നമ്പർ അനലോഗി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 41 4 ആണെങ്കിൽ 37 എന്തായിരിക്കും? എളുപ്പമാണ്. 41 എങ്ങനെയാണ് 4 ആവുക? 41 വളരെ ഈസി ആയിട്ട് പറയാം, 4 × 1 4. അങ്ങനെയാണെങ്കിൽ 37 അതേ പാറ്റേൺ നമുക്ക് എങ്ങനെ ചെയ്യാം? 3 × 7 21. വളരെ ഈസിയാണത്. 4 × 1 4, 3 × 7 21. ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, വരുന്ന സീരീസുകൾ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് നല്ലപോലെ തന്നെ പഠിച്ചു പോവുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ
പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ഇതുവരേക്കും താങ്ക് യു, ബൈ.